Good morning, dears. Basics of GST സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, GST വന്നതോടുകൂടെ ഇൻഡയറക്റ്റ് ടാക്സുകൾ, നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സുകൾ ഏറെക്കുറെ ഇല്ലാതെയായിട്ടുണ്ട്. സബ്സ്യൂംഡ് ഇൻ GST എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെ ഇൻഡയറക്റ്റ് ടാക്സുകളാണ് സബ്സ്യൂംഡ് ആവാതെ, ടാക്സസ് നോട്ട് സബ്സ്യൂംഡ് ഇൻ GST എന്നാദ്യമായിട്ട് നോക്കാം. പ്രോപ്പർട്ടി ടാക്സ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി ഓൺ ആൽക്കഹോൾ, പെട്രോൾ ആൻഡ് ഡീസൽ, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി. ഈ പറഞ്ഞ ഇൻഡയറക്റ്റ് ടാക്സുകൾ അതിപ്പോഴും നിലവിലുണ്ട്. ഇതിനെ മാറ്റി നിർത്തിയാൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സെയിൽസ് ടാക്സ്, അത് സെൻട്രൽ ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ, വാല്യൂ ആഡഡ് ടാക്സ്, എൻട്രി ടാക്സ്, പർച്ചേസ് ടാക്സ്, ലക്ഷറി ടാക്സ്, ടാക്സ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്, ഇങ്ങനെ കണ്ട് എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളും GSTയിൽ സബ്സ്യൂംഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ടാക്സുകളൊന്നും നിലവിലില്ല. സബ്സ്യൂംഡ് ആവാത്ത പ്രോപ്പർട്ടി ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി ഓൺ ആൽക്കഹോൾ, പെട്രോൾ, ഡീസൽ മാത്രം. പിന്നെ BCD എന്ന് പറയുന്ന ബേസിക് കസ്റ്റം ഡ്യൂട്ടി, ബേസിക് ആയിട്ടുള്ള കസ്റ്റം ഡ്യൂട്ടി, അതേപോലെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, ഈ പറയപ്പെട്ട ഡ്യൂട്ടികളാണ്, ഇൻഡയറക്റ്റ് ടാക്സുകളാണ് GSTയിൽ സബ്സ്യൂംഡ് ആവാത്തത്. ബാക്കിയെല്ലാം GST വന്നതോടുകൂടെ ഇല്ലാതെയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ GSTയുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇൻ ഇന്ത്യ നോക്കാം. ഇന്ത്യയിൽ GST വരുന്ന ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ആദ്യമായിട്ട് ഒരു കമ്മിറ്റിയെക്കുറിച്ചാണ് ഓർക്കേണ്ടത്. വിജയ് കേൽക്കർ കമ്മിറ്റി എന്ന് പറയും. ഈ ഒരു കമ്മിറ്റിയാണ് ഇങ്ങനൊരു സിസ്റ്റം ഓഫ് GST വേണം എന്നുള്ള റെക്കമെൻഡേഷൻ ആദ്യമായിട്ട് നടത്തുന്നത്. അങ്ങനെ പല സമയങ്ങളിലായിട്ട് 2004 ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പഠനങ്ങൾക്കും മാറി മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ ഇംഗിതങ്ങൾക്കും തീരുമാനങ്ങൾക്കൊക്കെ അനുസരിച്ച് നാൾ വഴികൾ താണ്ടിയാണ് 2017 ജൂലൈ 1 GST നിലവിൽ വരുന്നത്. GST എന്ന ഒരു നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിനിടയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലുകൾ, 122nd അമെൻമെൻറ്റ് GST ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഓരോ വർഷങ്ങളും GST കൗൺസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നാൾ വഴികൾ നിങ്ങൾ പഠിക്കണം. GSTയുടെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ബ്രോഡ് ബേസ്ഡ് വാറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വാല്യൂ ആഡഡ് ടാക്സിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് GST എന്നുള്ളത്. ഈ വാല്യൂ അഡിഷനാണ് ഇവിടെ ടാക്സ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ബ്രോഡ് ബേസ്ഡ് വാറ്റാണ് GST. ദെൻ ഇറ്റ് ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. അങ്ങനൊരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഉള്ളത്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് പ്രിൻസിപ്പിൾ. അതായത് ഇറ്റ് ഈസ് കൺസംഷൻ ബേസ്ഡ് ടാക്സ് ആണ്, അല്ലാതെ ഒറിജിൻ ബേസ്ഡ് ടാക്സ് അല്ല എന്നർത്ഥം. ഓക്കെ, GST ഈസ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്, നോട്ട് ഒറിജിൻ ബേസ്ഡ് ടാക്സ് എന്ന് ഓർമ്മിക്കുക. പിന്നെ ഡ്യുവൽ GST ആണ്. ഡ്യുവൽ GST. ഇന്ത്യയിലെ GST എന്ന് പറയുന്നത് ഡ്യുവൽ GST ആണ്. കാരണം ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനം നിലകൊള്ളുന്ന രാജ്യമാണ്. അപ്പോൾ ഒരു ഡ്യുവൽ സിസ്റ്റമാണ് അവിടെ. അതായത് സ്റ്റേറ്റ്സ് ആൻഡ് സെൻട്രൽ
അപ്പോൾ ആ ഒരു രീതിയിൽ സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട് CGST എന്ന പേരിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ് SGST. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയും. അങ്ങനെ ഒരു ഡ്യുവൽ GST സംവിധാനമാണ് എന്ന് ഓർമ്മിക്കുക. ദെൻ ഹിയർ ടാക്സ് ഈസ് പെയ്ഡ് ബൈ സപ്ലയർ ബട്ട് ആക്ച്വലി ടാക്സ് ഈസ് ബോൺ ബൈ കൺസ്യൂമർ എന്നൊരു സിസ്റ്റമാണ്. ടാക്സ് കൊടുക്കുന്നത് സപ്ലയറാണ്, എന്നാൽ അത് വഹിക്കുന്നത് കൺസ്യൂമറാണ്. ഓക്കെ. ഇറ്റ് ഈസ് കളക്റ്റഡ് അറ്റ് മൾട്ടിപ്പിൾ സ്റ്റേജ്. നമ്മൾ വാറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണെന്ന് പറഞ്ഞല്ലോ, ബ്രോഡ് ബേസ്ഡ് വാറ്റാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുമായി സാമ്യതയുള്ള ഒരു പോയിൻ്റാണ് കളക്റ്റഡ് അറ്റ് മൾട്ടിപ്പിൾ സ്റ്റേജ്. മൾട്ടിപ്പിൾ സ്റ്റേജിലാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്, വാല്യൂ അഡിഷൻ നോക്കിയിട്ട്. പിന്നെ ഒരു പ്രത്യേകത, ഈ ITC എന്ന് പറയുന്ന ഒരു ടേം, ഒരു സംവിധാനം മുമ്പ് ഇൻഡയറക്റ്റ് ടാക്സേഷൻ സംവിധാനത്തിൽ ഇല്ലാതിരുന്ന ഒരു സിസ്റ്റം, ഒരു ടേമാണ് ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. അതായത് ടാക്സ് പെയ്ഡ് ഓൺ ഇൻപുട്ട് ആർ അലൗഡ് ടു സെറ്റ് ഓഫ് എഗൻസ്റ്റ് ടാക്സ് പെയ്ഡ് ഓൺ ഔട്ട്പുട്ട്. അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് സപ്ലയേഴ്സിന്, ഇടനിലക്കാർക്ക്, ചാനൽസ്, ഓരോ ചാനൽസിനും അങ്ങനെ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നു എന്നുള്ളത് GSTയുടെ ഒരു പ്രത്യേകതയാണ്. ഈ ടാക്സ് ഓൺ ടാക്സ് അല്ലെങ്കിൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് അല്ലെങ്കിൽ ടാക്സ് പിരമിഡിംഗ് എന്നുള്ള ഒരു നെഗറ്റീവ് ഇഫക്റ്റിനെ ഇല്ലാതാക്കുന്നു എന്നത് GSTയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഒരു ഫീച്ചറായിട്ട് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയാം. മറ്റൊരു പ്രത്യേകതയാണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടാവുമല്ലോ, സപ്ലൈ ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ, ഇൻ ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ്, അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള സപ്ലൈ. അവിടെ GST ആക്ട് പ്രകാരം ചാർജ് ചെയ്യപ്പെടുന്നത് IGST എന്നാണ് പറയുക. IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റാണ് ചാർജ് ചെയ്യുന്നത് IGST. വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഓരോ സ്ട്രക്ചറും വിശദമായിട്ട് നമ്മൾ പഠിക്കും. GST ഓൺ ഇമ്പോർട്ട്സ്. ഇമ്പോർട്ട് മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം വൺ കൺട്രി ടു അനദർ. മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്ന ഗുഡ്സ് ഓർ സർവീസസ്, അതിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ട്സിൻ്റെ വിഷയത്തിൽ GST ആക്ട് പ്രകാരം IGST ആണ് ചാർജ് ചെയ്യപ്പെടുന്നത്. അതായത് ഇമ്പോർട്ട് ഓഫ് സർവീസസ് വുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ് ആൻഡ് വുഡ് ബി സബ്ജക്റ്റ് ടു IGST, ഗുഡ്സ് ആസ് വെൽ ആസ് സർവീസസ്. IGST ആണ് ബാധകമാവുക ഇമ്പോർട്ടിന്. അതായത് GST ആക്ട് പ്രകാരം ഇമ്പോർട്ട്സ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയുടെ സ്ഥാനത്താണ്. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ IGST ആണല്ലോ ബാധകമാവുക. അതേപോലെ ഇമ്പോർട്ട്സിനും അതേ പരിഗണന തന്നെയാണ്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയുടെ പരിഗണന. ദെൻ IGST വിൽ ബി ചാർജ്ഡ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ചില ഐറ്റംസ് ഉണ്ട്, ഐറ്റംസ് കെപ്റ്റ് ഔട്ട് ഓഫ് GST. ഇതൊക്കെ GSTയുടെ ഫീച്ചേഴ്സ് പറയുമ്പോൾ പറയാൻ സാധിക്കുന്നതാണ്. ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ, അതിന് GST ഇല്ല. GST അപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ, ഉൽപ്പന്നത്തിൻ്റെ വില കുറയുന്നു. ഓക്കെ, കാരണം ഈ സപ്ലയേഴ്സിന് ഉൽപ്പാദകരിലെ ഓരോ ചാനൽസ് അവർക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് ഈ ഡ്യുവൽ ടാക്സ് ഓൺ ടാക്സ് എന്നുള്ള കാസ്കേഡിംഗ് ഇഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഉൽപ്പന്നത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് കുറക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും.
അപ്പോൾ എങ്കിലും ചില ഐറ്റംസിന് GST ഇല്ല എന്നുള്ളതാണ്. ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ, അതേപോലെ ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, ഈ പറയപ്പെട്ടതിനൊക്കെ ഈ നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ നിലവിൽ GST വന്നിട്ടില്ല. GST on these items would be applicable from a date to be recommended by the GST Council. ഓക്കെ, അപ്പോൾ ഐറ്റംസ് കെപ്റ്റ് ഔട്ട് ഓഫ് GST എന്ന് പറയുമ്പോൾ ഈ ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷനൊക്കെ ഓർമ്മിക്കുക. അതേപോലെ സ്പെസിഫൈഡ് പെട്രോളിയം പ്രോഡക്റ്റുകൾ. ഓക്കെ, ഇനി ടാക്സേഷൻ ഓൺ ടൊബാക്കോയുടെ കാര്യത്തിലോ, ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രോഡക്ട്സ്, അത് GST ഉണ്ട്. അതിന് GST മാത്രമല്ല, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പ്ലസ് 14% CGST ആൻഡ് SGST. 14% സെൻട്രൽ GSTയും അതുപോലെ 14% സ്റ്റേറ്റ് GSTയും സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയും ഒക്കെ അടങ്ങിയതാണ് ടൊബാക്കോ പ്രോഡക്ട്സ്. ഓക്കെ, ഇനി എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ GSTയുടെ റൂൾ എന്താണ്? നോ GST ഈസ് ലെവിഡ് ഓൺ എക്സ്പോർട്സ്. 0 റേറ്റഡ് ആയിട്ടാണ് എക്സ്പോർട്സിനെ പരിഗണിക്കുന്നത്. എക്സ്പോർട്സ് ആർ 0 റേറ്റഡ് അണ്ടർ GST എന്നോർമ്മിക്കുക. GSTയുടെ മറ്റൊരു പ്രത്യേകതയാണ് മൾട്ടിപ്പിൾ ടാക്സ് റേറ്റുകൾ. 0%, 3%, 5%, 12%, 18% ആൻഡ് 28% ഇൻ അഡീഷൻ ടു സെസ്. ഓക്കെ, ചില ഐറ്റംസിന് സെസ് ഉണ്ടാവും. അത് വിശദമായിട്ട് നമ്മൾ ശേഷം പറയും. ഇപ്പോൾ ഓർമ്മിക്കേണ്ടത് മൾട്ടിപ്പിൾ ടാക്സ് റേറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ റേറ്റുകളാണ് 0, 3, 5, 12, 18 ആൻഡ് 28. ഈ ഒരു സ്ലാബിലാണ് വരിക ഓരോ ഐറ്റംസിനും. അപ്പോൾ ഏത് ഐറ്റംസ് ഏത് ഇതിലാണെന്നുള്ളത് ശേഷം പറയാം. ഓക്കെ, മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ എക്സംഷൻ ആണ്, ത്രെഷ്ഹോൾഡ് എക്സംഷൻ. ഇവിടെ ടാക്സ് പേയേഴ്സ് വിത്ത് ആനുവൽ ടേൺ ഓവർ ഓഫ് 40 lakhs, 40 lakhs വരെയാണ് എക്സംഷൻ കൊടുക്കുന്നത്. ഓക്കെ, എന്നാൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് 11 എണ്ണമാണ്. അരുണാചൽ പ്രദേശ്, ആസാം, ജമ്മു ആൻഡ് കാശ്മീർ, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ്, ഇങ്ങനെയുള്ള 11 സ്റ്റേറ്റുകൾ. ഇവ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. ഇത്തരം സ്റ്റേറ്റുകൾക്ക് 20 lakh ആണ് ത്രെഷ്ഹോൾഡ് ലിമിറ്റ്. മറ്റ് സ്റ്റേറ്റുകൾക്ക് 40 lakh. ഓക്കെ, ടാക്സ് പേയേഴ്സ് വിത്ത് ആനുവൽ ടേൺ ഓവർ 40 lakh. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ 20 lakh വുഡ് ബി എക്സംപ്റ്റ് ഫ്രം GST. ഓക്കെ എന്നോർമ്മിക്കുക. GSTയുടെ മറ്റൊരു പ്രത്യേകതയാണ് സിസ്റ്റം ഓഫ് സെൽഫ് അസസ്മെൻറ്റ്. രജിസ്റ്റേർഡ് പേഴ്സൺസിന് സെൽഫ് അസസ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് GSTയുടെ പ്രധാന പ്രത്യേകതകൾ. ഓക്കെ.